അപ്പോൾ ഉറങ്ങുന്ന പരിസ്ഥിതി പ്രവർത്തകരെ ഉണർന്നോളി. കുറെ കേട്ട് ഉറങ്ങിക്കിടക്കല്ലായിരുന്നു. നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റിയ വിഷയങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഇനി ഒരു കാര്യം വന്നിട്ടുണ്ട്. കണ്ടോക്കി കണ്ടാ വായിക്കാൻ പറ്റണ്ട. കുറേ കാലമായിട്ടിപ്പോൾ ഒന്നും പ്രതികരിക്കാതെയും കാണാതൊക്കെ ആയിട്ട് ചിലപ്പോൾ കണ്ണൊക്കെ ഒന്ന് മങ്ങിപ്പോയിട്ടുണ്ടാവും. അത്ര ആളുകളൊക്കെ ഒന്ന് നീക്കുക. കുറേ കാലമായിട്ട് നമ്മുടെ കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകർ കിടന്നുറങ്ങായിരുന്നു സുഹൃത്തുക്കളെ. കാരണം പരിസ്ഥിതി ദ്രോഹിക്കുന്ന കാര്യങ്ങളൊന്നും കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും അവർ ഗംഭീര ഉറക്കായിരുന്നു. ഇപ്പോഴിതാ 9 വർഷത്തിന് ശേഷം അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ന്യൂസ് മലയാളമല്ല, മലയാളം, സമകാലിക മലയാളം. 9 വർഷത്തിന് ശേഷം സംസ്ഥാനത്ത് നദികളിൽ മണൽ വാരൽ പുനരാരംഭിക്കുന്നു. നിങ്ങൾ തവനൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 12 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മണൽ വാരലൊക്കെ കാണാൻ കഴിയും. സത്യം പറയണേ, പോയൊക്കെ ബൈക്കുകളിലൊക്കെ ഇങ്ങനെ മണൽ ഇങ്ങനെ രാത്രി കടത്തിക്കൊണ്ടുപോകണ കാണാൻ സാധിക്കും. ഓർമ്മയുണ്ടോ? മണലുമായിട്ട് ലോറി പാഞ്ഞു പോകുന്ന സമയത്ത് അപകടം നടന്ന് ഒരുപാട് പേരൊക്കെ മരിച്ചത്. മണലുമായിട്ട് കള്ളക്കടത്ത് വണ്ടി പോണ സമയത്ത് പോലീസുകാർ പിന്നാലെ വരുമ്പോൾ മണല റോഡിൽ തട്ടിയിട്ടിട്ട് രക്ഷപ്പെട്ട വാർത്തകളൊക്കെ, ഇങ്ങനെ എന്തോരം വാർത്തകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം വാർത്തകളൊക്കെ തിരിച്ചു വരികയാണോ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ? മണൽ വാരിയതുകൊണ്ട് പുഴ നശിക്കുമോ? ഗംഭീര കവിതകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇതിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പട്ടാമ്പി പുഴ മണലിൽ അങ്ങനത്തെ ഒരു കവിതയാണ്. അതിന്റെ വരികളൊക്കെ അവസാനിക്കുന്നത് പുളിയല്ലിതു വിറ്റേന പുഴയിൽ നിന്നൊരു പെണ്ണിൻ ജഡവും കൊണ്ടൊരു ലോറി കയറിപ്പോണതു കണ്ടു. കേട്ടിട്ടുണ്ടോ? ഗംഭീര കവിതയാണ്. നിങ്ങളൊന്ന് ചുമ്മാ ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. പട്ടാമ്പി പുഴ മണലിൽ എടപ്പാളുകാരൻ്റെ PP രാമചന്ദ്രൻ എന്ന് പറയുന്ന കവിയാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഗംഭീര കവിതയാണ്. തുടക്കം: പട്ടാമ്പിപ്പുഴ മൂളും പാട്ടും കേട്ടൊരു നാളിൽ വെറുതെ ഇത്തിരി നേരം മണലിൽ ഞാൻ ഇളവേൽക്കേ, വെയിലാറി വരുന്നുണ്ട്, കുളിർ കാറ്റിനു നനവുണ്ട്, ഇരുകരയിൽ തൈത്തെങ്ങുകൾ മുടികോതി നിൽപ്പുണ്ട്. ഇങ്ങനെ തുടങ്ങുന്നൊരു കവിതയാണ്. ആ രക്ഷയില്ലാത്തൊരു കവിതയാണ്. അതില് മണല് ഒരു സ്ത്രീയായിട്ടും അവര് അവസാനം ഉള്ള ഒരു ചെളി കുണ്ടില് കുറച്ച് വെള്ളത്തിൽ ആത്മഹത്യ ചെയ്യുന്നതായിട്ടും, നുണയല്ല ഞാൻ പറയുന്നത് എന്ന് കവി പറയുകയാണ്. പിറ്റേ ദിവസം ആ ഒരു പുഴയിൽ നിന്ന് ഒരു പെണ്ണിന്റെ ജഡം കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു എന്ന് കവി പറയുന്നുണ്ട്. ആ പെണ്ണിന്റെ ജഡം എന്ന് പറയുന്നത് മണലൂറ്റി കൊണ്ടുപോകുന്നതിനാണ് പറയുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, ആ കവിതയിൽ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം കവിതകളായിട്ടും കഥകളായിട്ടൊക്കെ നമ്മുടെ ഈ മണലൂറ്റുന്നതിനെ കുറിച്ചിട്ട് വേവലാതിപ്പെട്ടിരുന്ന കവികൾക്കും എഴുത്തുകാർക്കും മുഴുവൻ വീണ്ടും വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജലസമ്പത്ത് മുഴുവൻ നശിക്കാൻ പോകാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ് മണൽ വാരൽ വീണ്ടും പുനരാരംഭിക്കുന്നു. അംഗീകാരം നൽകിയ റവന്യൂ വകുപ്പ്. എങ്ങനെയുണ്ടാ കാര്യങ്ങളൊക്കെ പഴയ പോലെ ഇങ്ങനെ മെജായിട്ട് നടക്കാൻ പോകുന്നു അർത്ഥം. ഒന്ന് വായിച്ചു തരാൻ കേട്ടോ വേണമെങ്കിൽ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സമർപ്പിച്ച SPOക്ക് റവന്യൂ വകുപ്പ് അംഗീകാരം നൽകി. സാൻഡ് ഓഡിറ്റിംഗിൽ 11 ജില്ലകളിലായി ഒഴുകുന്ന 17 നദികളിൽ നിന്ന് മണൽ വാരാനാണ് ശുപാർശ നൽകിയത്. 17 ജില്ലകളായിട്ട് ഒഴുകുന്ന 17 നദികളിൽ നിന്ന്. അപ്പം നമ്മുടെ ഭാരതപ്പുഴ അടക്കമുണ്ട്. ഭാരതപ്പുഴയിലെ മണൽ ഊറ്റുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ചുറ്റുഭാഗത്തുള്ള കര ഇടിയുന്നു, കരഭാഗം നദിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായതാണ്. ഇത് വാരുന്നതിനൊക്കെ ഗംഭീര സമരങ്ങളൊക്കെ ഉണ്ടായതാ. പക്ഷേ ഈ മണൽ മാഫിയകൾക്കും എതിരെയൊന്നും പിടിച്ചു നിൽക്കാൻ കഴിവില്ലാതെ അത് മുഴുവൻ വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വന്നു. പക്ഷേ കഴിഞ്ഞ 9 വർഷം കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷം എന്ന് പറയുന്നത് 10 വർഷം. പിണറായി വിജയൻ അധികാരത്തിൽ കയറിയ ഒരു വർഷത്തിന് ശേഷമുള്ള 9 വർഷം, ഇതായി കഴിഞ്ഞ മാസം വരെ, 2 മാസം മുമ്പ് വരെ മണൽ വാരൽ പുഴയിൽ ഉണ്ടായിരുന്നില്ല. കള്ളക്കടത്തിന്റെ ഭാഗമായിട്ട് നട്ടപ്പാതിരിക്ക് മറ്റും മണലെടുത്ത് കൊണ്ടുവന്നു. അതവരുടെ ജീവിതമാണെന്നൊക്കെ പറയുള്ളൂ. ഞാൻ ഒരു 5 ചാക്ക് മണൽ വാരുന്നു, അവരെ വീട് പണിക്കും മറ്റൊക്കെ. അതിൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നു. ഞാൻ അതിനെപ്പറ്റി പറയണ്ട. പക്ഷേ അതിഭീകരമായ രീതിയിൽ മണൽ ഊറ്റുന്ന ലോറികൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ, എന്നിട്ട് അത്
എന്താ പറയുക, അതിനേക്കാൾ വലിയ വലിയ വിലയ്ക്ക് വിൽക്കുകയും മറ്റും ചെയ്യുന്നൊരു വലിയ വിപണി ഉണ്ടായിരുന്നു. ആ വിപണി നിന്നിട്ടുണ്ടായിരുന്നു. ആ വിപണി, മണലൂറ്റൽ വിപണി, കള്ളക്കടത്ത് വിപണി വീണ്ടും ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമുണ്ടായിട്ടുണ്ടാവും അല്ലേ? ഇനി ആരും സമരം ചെയ്യില്ല. അതാ രസം. ഇതിനെതിരെ ആരും സമരം ചെയ്യില്ല. കാരണം UDF ആണ് ഭരിക്കുന്നത്. ഇതെങ്ങാം പിണറായി വിജയൻ എങ്ങാനായിരുന്നു ഈ ഒരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ എൻ്റെ അപ്പേ, പുഴയിൽ കുടിയിൽ കെട്ടി താമസിക്കുക ഈ പറയുന്ന ആൾക്കാരൊക്കെ. ഇത് പക്ഷേ പിന്നെ നമ്മുടെ എന്താ പറയുക, VD സതീശ മേനോൻ ഗവൺമെൻറ് ആയതുകൊണ്ട് ആരും സമരം ചെയ്യില്ല. അങ്ങനെയാണ്. അല്ലെങ്കിൽ നമുക്ക് കാണാം. വാർത്ത വന്നിട്ടിപ്പോൾ എത്ര മണിക്കൂറായി നോക്കട്ടെ, 11 മണിക്കൂർ കഴിഞ്ഞു. ഈ വാർത്ത നമ്മുടെ മലയാളത്തിൽ വന്നിട്ട്, സമകാലിക മലയാളത്തിൽ വന്നിട്ട് എത്ര പേർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമെന്നും ഇതിനെ പറ്റിയിട്ട് ഡിസ്കഷൻസൊക്കെ ചാനലൊക്കെ നടക്കുമെന്നും. മണൽ വാരൽ അതിഭീകരമായ പ്രശ്നമല്ലേ? ഒപ്പം തന്നെ സമരവും മറ്റുമായിട്ടൊക്കെ ആരൊക്കെ ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇറങ്ങുമെന്ന് നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ബൈ.